നമുക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്കൊരു ടോപ്പ് സ്റ്റോക്ക് റിസർച്ച് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ടോപ്പ് സ്റ്റോക്ക് റിസർച്ച് .com എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അപ്പോൾ അത് കിട്ടുമ്പോൾ ഇങ്ങനെ വരും ഒരു സൈറ്റ്. അപ്പോൾ അതിൽ താഴേക്ക് പോകുമ്പോൾ ഒരേ ടൈപ്പ് സ്റ്റോക്കുകൾ കുറേ വരാം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉള്ളത്, വോളറ്റൈൽ, ബുള്ളിഷ്, അങ്ങനെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ TSR ഫണ്ടമെൻ്റൽ സ്റ്റോക്ക് സ്ക്രീൻ എന്ന് വരും. അതിൽ തന്നെ പല കാറ്റഗറി ഉണ്ടാവും. ഫിനാൻഷ്യൽ ഹൈലൈറ്റ്, വാലുവേഷൻ റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി. നമുക്ക് കണ്ടിന്യൂസ് ഗ്രോത്ത് എടുക്കാം. കണ്ടിന്യൂസ് ഗ്രോത്തിൽ പല പല ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയർ ഗ്രോത്തിലും പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ അട്രാക്റ്റീവ് അതവിടെ നിൽക്കട്ടെ, ഈ ഒരു എണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ കണ്ടിന്യൂസ് ഗ്രോത്തിൽ ടോട്ടൽ റവന്യൂലുള്ള ഒരു സ്റ്റോക്ക് ഞാൻ സ്ക്രീനിൽ റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, ഇങ്ങനെ കിട്ടി സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് കിട്ടി. സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോക്കുകളുടെ ലിസ്റ്റ് ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് വലിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് കോപ്പി ചെയ്തു. ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം ഞാനൊരു എക്സലിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, എക്സലിൽ കൊണ്ടുപോയിട്ട് ഞാനിങ്ങനെ പേസ്റ്റ് ചെയ്തു. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ പേസ്റ്റ് ചെയ്തതാണ്, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് കാണിച്ചത്. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ പേസ്റ്റ് ചെയ്തപ്പോഴേ എനിക്ക് ആ സ്റ്റോക്കുകളുടെ കമ്പനിയൊക്കെ കിട്ടി. പേസ്റ്റ് ചെയ്യാൻ നമ്മൾ റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് പേസ്റ്റ് കൊടുത്താലും മതി. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ എന്താണ്, നമുക്ക് കമ്പനിയുടെ പേര് കിട്ടി, കറൻറ്റ് പ്രൈസ്, റവന്യൂ, ഇയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ പേര് മാത്രം മതി വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് തൊട്ടിപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു സെല്ല് എടുത്തിട്ട് ഈ ഒരു കമ്പനിയുടെ നേരെയുള്ള ഏതെങ്കിലും ഒരു സെല്ല് എടുത്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈക്വൽ ടു അടിക്കും. ഈക്വൽ ടു അടിച്ചതിന് ശേഷം CONK അത്ര അടിക്കുമ്പോൾ തന്നെ രണ്ട് ഓപ്ഷൻ വരും. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, കൺകാറ്റിനേറ്റ്. അത് ക്ലിക്ക് ചെയ്യും. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു കോമോ വരും. ആ കോമോ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ ഇടയിൽ ഡബിൾ കോമ ഇട്ടിട്ട് മേലിലുള്ള ഡബിൾ കോമ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കീബോർഡിൽ കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ടൈപ്പ് ചെയ്യും, NSC എന്ന് ക്യാപിറ്റൽ അടിക്കും. NSC എന്നിട്ട് ഒരു സെമിക്കോളനും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും ആ ഒരു ഡബിൾ കോമ ഇടും. അതിനുശേഷം ഒരു കോമ താഴെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു സെല്ലാണല്ലോ വേണ്ടത് ഇവിടെ പേരിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു സെല്ല് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഈ സെല്ല് എന്ന് പറയുന്നത് A1 A2 കടാ 2A. അപ്പോൾ A2 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ A2 എന്ന് ഓട്ടോമാറ്റിക് വരും. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു കോമ കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഡബിൾ കോമ ഇട്ടിട്ട് വീണ്ടും ഒരു കോമ ഇട്ടിട്ട് ഡബിൾ കോമ ഇട്ടിട്ട് വീണ്ടും ക്ലോസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡബിൾ കോമയുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ തമ്മിൽ യോജിപ്പിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ഡബിൾ കോമയിലുള്ളത് NSC 2 കുത്ത്. അതിനുശേഷം സെല്ലിന് നമുക്ക് അങ്ങനെ ഡബിൾ കോമ ഇടേണ്ട ആവശ്യമില്ല, കാരണം സെല്ലിൻ്റെ ഉള്ളിലുള്ള കാര്യമല്ലേ കിട്ടുന്നത്. അതിനുശേഷം ഈ ഡബിൾ കോളൻ്റെ ഉള്ളിലുള്ള എന്നിട്ടാണ് ഒരു കോമയാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി യോജിക്കും. അതായത് NSC ഡബിൾ കോളൻ ഇൻഫി കോമ. അപ്പോൾ എൻ്റെ ഡീമണ്ടെന്നാണ് അങ്ങനെ കിട്ടി, കണ്ടോ, NSC ഡബിൾ കോളൻ ഇൻഫി കോമ. എന്നിട്ട് നമുക്ക് ഇത് മൊത്തം താഴെ വരെ നമുക്ക് സ്റ്റോക്കുകളിൽ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തോരം എല്ലാം വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കിട്ടും. വേണ്ട എല്ലാത്തിനും ഓട്ടോമാറ്റിക് വരും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഇപ്പോൾ ആദ്യത്തെ ഒരു 10 എനിക്ക് ആഡ് ചെയ്യണമെന്ന് ഒരു 10 ഒരു 20 മൊത്തത്തിൽ നമ്മൾ ആഡ് ചെയ്യണം. ഞാനൊരു 20 കാണിച്ചു തരാം. 20 എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, കോപ്പി എടുക്കും. Ctrl+C അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് കോപ്പി എന്നുള്ള ഓപ്ഷൻ എടുക്കും. കോപ്പി എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ഈ ട്രേഡിംഗ് വ്യൂവിൽ വന്നിട്ട് ഇവിടെ വാച്ച് ലിസ്റ്റ് ഉണ്ടല്ലോ, വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുന്ന ഒരു പ്ലസ് സിമ്പിൾ ഉണ്ട്. ആ പ്ലസ് സിമ്പിൾ അമർത്തിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ഈ സെർച്ചിൻ്റെ അവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് പേസ്റ്റ് കൊടുക്കുമ്പോൾ ഈ എല്ലാ സ്റ്റോക്കുകളും എനിക്ക് ഇങ്ങനെ മേലിൽ ഇങ്ങനെ കോമറ്റ് ഇട്ട് വരും. എന്നിട്ട് ഞാൻ എൻ്റർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകളൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക് വരും. നമ്മൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതേപോലെ ഈ സ്റ്റോക്കുകളെല്ലാം നമുക്കിനി NSCയിൽ നമുക്ക് മെയിൻ സ്റ്റോക്കുകളൊക്കെ കിട്ടണമെന്നിരിക്കും. ഇപ്പോൾ NSC നിഫ്റ്റിയിൽ 100 സ്റ്റോക്ക് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്റ്റോക്കുകളുടെ ലിസ്റ്റ് വരും. ഫസ്റ്റത്തെ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്തതിന് എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലിസ്റ്റിലുള്ള ബ്രോഡ് മാർക്കറ്റ് ഇൻഡസ്ട്രീസ് എന്നുള്ള രീതിയിലുള്ള ലിസ്റ്റുകൾ വരും, പല ഇൻഡെക്സിലുള്ള. അപ്പോൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ താഴെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ഇൻഡെക്സ് എനിക്ക് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് എനിക്ക് വരുമ്പോൾ കാണാം ഡൗൺലോഡ് CSV എന്ന് പറയുമ്പോൾ അത് എക്സൽ ഫയലാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ എക്സൽ ഫയൽ ഇവിടെ ഓപ്പണായി വന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫയലുകളുടെ ലിസ്റ്റുകൾ മൊത്തം എനിക്കിവിടെ വരും.
കണ്ടോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഈ സിമ്പിളാണ് ഇവിടെ വേണ്ടത്, കമ്പനി പേരല്ല. മറ്റൊരു കമ്പനി പേരാണ് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ സിമ്പിൾ എടുത്താൽ മതി. NSEന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സിമ്പിൾ എടുത്താൽ മതി. അപ്പോൾ സിമ്പിൾ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ പഴയ പോലെ ഇക്വേഷൻ എങ്ങനെ ഈക്വൽ ടു CONAC, അപ്പോൾ കൺകാറ്റിനേറ്റ് വന്നു, ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇൻവെർട്ടർ കോമയിൽ NSE സെമിക്കോളൻ വീണ്ടും കോമ ബ്രാക്കറ്റ്. നമുക്ക് എന്താണ്? ഈ സിമ്പിളാണ് വേണ്ടത് അല്ലേ? ഈ സിമ്പിളാണ് വേണ്ടത്. അപ്പോൾ സിമ്പിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും കോമ ഇട്ടിട്ട് വീണ്ടും ഇൻവെർട്ടർ കോമ വീണ്ടും ഇട്ട് വീണ്ടും ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ എന്താണ്? അത് കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു കോർണറിൽ കൊണ്ടുവരുമ്പോൾ ഒരു പ്ലസ് പോലെ ആവും. എന്നിട്ട് താഴേക്ക് വിളിക്കുമ്പോൾ അത് കിട്ടും. നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും കോപ്പി ചെയ്യും, നേരത്തെ പോലെ പേസ്റ്റ് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്.